ഹലോ, ഇനി നമുക്കൊരു ക്രോഷ്യ ഫ്ലവർ ചെയ്തെടുത്താലോ? ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രോഷ്യ ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിനാദ്യം തന്നെ നമ്മൾ യാൺ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിവിടെ 6 ചെയിൻ സ്റ്റിച്ചസ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഒരു സർക്കിൾ പോലെ ഫോം ചെയ്യുന്നത്. ആ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ 6 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാനിവിടെ ഒരു 6 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ചെയിനില്ലേ, ആ ചെയിനിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്തെടുത്ത് നമ്മൾ ഹുക്കിലുള്ള ആ ഒരു ലൂപ്പിലേക്ക് നമ്മൾ പുള്ള് ചെയ്ത് കൊടുക്കണം അതിന്. ഓക്കെ, അങ്ങനെയാണ് നമ്മളിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്കൊരു ചെറിയൊരു സർക്കിൾ പോലെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഞാനൊരു 5 പെറ്റൽസിൻ്റെ ഒരു ഫ്ലവറാണ് ഇവിടെ ചെയ്യുന്നത്. ഈ 5 പെറ്റൽസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 4 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ ഞാനിവിടെ ചെയ്യുന്നത് ട്രിപ്പിൾ ക്രോഷ്യ അല്ലെങ്കിൽ ട്രിപ്പിൾ ക്രോഷ്യയാണ്. ട്രിപ്പിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കുമ്പോൾ അതിൻ്റെ ബേസിക് സ്റ്റിച്ചസ്, ക്രോഷ്യയുടെ ബേസിക് സ്റ്റിച്ചസ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റും ഈ ട്രിപ്പിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇവിടെ 3 ട്രിപ്പിൾ ക്രോഷ്യയാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. നമുക്ക് നോക്കാം. 2 പ്രാവശ്യം നമ്മൾ ഹുക്കിൽ എന്ത് ചെയ്യണം, യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ ആ വർക്കിംഗ് യാണിനെ പുള്ള് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 4 ലൂപ്പ് ഉണ്ടാവും. അതിൽ ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ യാണിനെ പുള്ള് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും 3 ലൂപ്പ് ഉണ്ടാവും. അതിൽ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും എടുക്കുക. പിന്നെ നമുക്ക് വീണ്ടും 2 ലൂപ്പ് കിട്ടും. അഗെയിൻ ആ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ യാണിനെ പുള്ള് ചെയ്തെടുക്കുക. അങ്ങനെയാണ് നമ്മളിവിടെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത്. 3 പ്രാവശ്യം നമുക്ക് ചെയ്തു കൊടുക്കണം. ട്രിപ്പിൾ ക്രോഷ്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 2 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 2 ലൂപ്പിനെ വീതം നമ്മൾ 3 പ്രാവശ്യം നമ്മൾ അതിന് നമ്മൾ പുള്ള് ചെയ്തെടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ അല്ലെങ്കിൽ ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ആ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു 4 ചെയിൻ സ്റ്റിച്ചസ് കൂടെ ചെയ്യുന്നുണ്ട്. 4 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് വർക്കിംഗ് യാണിനെ പുള്ള് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഹുക്കിലുള്ള ലൂപ്പിൽ കൂടെ നമ്മൾ അതിനെ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എന്ത് ചെയ്യണം, സ്ലിപ്പ് സ്റ്റിച്ചാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 4 ചെയിൻസ് എടുത്തതിന് ശേഷം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതാണ് ഇതിൻ്റെ ആ പെറ്റലിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ഒരു 4 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഒരു 4 ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്തിട്ട് പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ പെറ്റൽ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ പെറ്റൽ ചെയ്തെടുക്കുന്നത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് വീണ്ടും നോക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും.
വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. നമുക്ക് ഓരോ ഫ്ലവർ ഇതുപോലെ ഓരോ പെറ്റൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ ബാക്കി പെറ്റൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പെറ്റൽസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 5ാമത്തെ പെറ്റലും കൂടെ നമുക്കിതുപോലെ ചെയ്തെടുക്കണം. അതിന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 4 ചെയിൻസ് നമ്മൾ എടുക്കണം. അതിനുശേഷം നമ്മളൊരു 3 ട്രിപ്പിൾ ക്രോഷ്യ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 2 ലൂപ്പിൽ കൂടെ എടുത്തു, വീണ്ടും 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ, അതിനുശേഷം വീണ്ടും 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ. അങ്ങനെ നമ്മൾ ഒരു 3 പ്രാവശ്യം നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു 4 ചെയിൻസ് നമ്മളിവിടെ എടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാനെല്ലാം അവസാനമായിട്ടൊരു ചെയിനും കൂടെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ യാണൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അതങ്ങനെ തന്നെ പിടിച്ചിട്ട് ഞാൻ ആ യാണിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഹുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്ത് ആ യാണിനെ പുറത്തേക്ക് എടുത്തു. ഓക്കെ, ഇപ്പം നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്രോഷ്യ ഫ്ലവർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ 2 ഫ്ലവേഴ്സ് ഇതുപോലെ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ യാണിനെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ആ 2 യാൺസ് വരുന്ന പോർഷനില്ലേ, അതാണ് അതിൻ്റെ ബാക്ക് സൈഡ്. ഓക്കെ, ആ ബാക്ക് സൈഡ് നമുക്ക് ഇതുപോലെ ഒരു നീഡിലെടുത്തിട്ട് ആ യാണിനെ നമുക്കൊന്ന് തുന്നി കൊടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് കിട്ടിട്ട് കൊടുക്കാം. ഓക്കെ, 2 യാണിനെയും ഒരുമിച്ചാവാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് തുന്നി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കൊന്ന് കിട്ടിട്ട് കൊടുക്കാം. മറ്റുള്ള പ്രോജക്ട്സിൽ നമ്മൾ യാണിനെ ഹൈഡ് ചെയ്ത് കൊടുക്കുന്നതും ഈ ഒരു രീതിയിലാണ്. ഓക്കെ, ഇങ്ങനെ ഒരു നീഡിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യാണിനെ നമ്മൾ ഹൈഡാക്കി കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ആ 2 യാണും പിടിച്ച് നമുക്കൊന്ന് കിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ സെക്യൂറായിട്ട് ഇരുന്നോളും. എന്നിട്ട് ബാക്കി വരുന്ന യാൺസിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ തന്നെ അടുത്ത ഫ്ലവർ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രോഷ്യ ഫ്രോക്കുകളോ അല്ലെങ്കിൽ നമ്മൾ ടോപ്സൊക്കെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കിതുപോലുള്ള ഫ്ലവേഴ്സ് ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് അതിൽ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഹെയർ ക്ലിപ്സ് ഉണ്ടാക്കാനായാലും കുട്ടികളുടെ ബോ ഉണ്ടാക്കാനായാലും നമുക്ക്
അല്ലെങ്കിൽ കുട്ടികളുടെ ഷൂസൊക്കെ ഉണ്ടാക്കുന്ന ക്രോഷ്യ ഷൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിലിതുപോലുള്ള ഫ്ലവേഴ്സ് നമുക്ക് വെച്ച് കൊടുക്കാം. ഹെയർ ക്ലിപ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ബീഡ്സും കൂടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഒരു മുത്തും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരിക്കും. ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണം.